നമസ്കാരം. ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടുന്ന ആശങ്ക ആദ്യം പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചത് പിണറായിയുടെ ചാവേറായ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിശ്ചിത ശതമാനം വോട്ടോ എംപിമാരെയോ ലഭിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടും. അതോടെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് പകരം ഈനാമ്പേച്ചി, എലിപ്പെട്ടി, നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടത് പാർട്ടികൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിശ്ചിത ശതമാനം വോട്ട് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സ്ഥിതിയിലാകും. ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് ഇഷ്ടമുള്ള ചിഹ്നമായിരിക്കും നൽകുക. ഇലം മുതൽ സൈക്കിൾ പോലുള്ള ചിഹ്നങ്ങൾ വീതം വെച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് തമാശയായി തോന്നാം. അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത വേണമെന്നാണ് ബാലൻ സഖാവ് പറഞ്ഞത്. ബാലന് ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടിയതോടെ എല്ലാ പിടിയും വിട്ടുപോയി. അതോടെയാണ് വെട്ടി തുറന്ന കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ തന്നെയാണ് CPM നേതാക്കൾ. നിലവിൽ കേരളത്തിലെ ഏക ആരിഫും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 എംപിമാരുമാണ് രാജ്യത്ത് CPM-നുള്ളത്. ആലപ്പുഴയിൽ കരുത്തനായ KC വേണുഗോപാലിനെ കോൺഗ്രസ് ഇറക്കിയതോടെ ഏക കനൽ തരിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും DMK-യും കരുത്തിൽ തമിഴ്നാട്ടിലെ 2 സീറ്റ് CPM-ന് നിലനിർത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി വിരുദ്ധ വികാരം അതിശക്തമായതോടെ കേരളത്തിൽ CPM വട്ടപൂജ്യമാകാനാണ് സാധ്യത. മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യവും തദൈവ. ഈ പശ്ചാത്തലത്തിലാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെടുമെന്ന എ.കെ. ബാലന്റെ പ്രസംഗത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വിലാപമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും. ഈനാമ്പേച്ചി, മരപ്പട്ടി ചിഹ്നങ്ങളിൽ CPM-ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന പിണറായിയെയും സംഘത്തെയും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ കാണാമെന്ന് വ്യക്തം. ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നതിന് പാലിക്കേണ്ടത് 3 മാനദണ്ഡങ്ങളാണ്. 1. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 എംപിമാർ. 2. 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ടും 4 എംപിമാരും. 3. 4 സംസ്ഥാനങ്ങളിൽ 8% വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി. ഇവയൊക്കെ പാലിക്കാൻ CPM-ന് ഇത്തവണ സാധിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPM-ന് നഷ്ടപ്പെടും. 2004-ൽ 43 എംപിമാരുണ്ടായിരുന്ന CPM-ന് ഇപ്പോഴുള്ളത് 3 എംപിമാരാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണമുണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രം. ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് CPM ശ്രമം. അതിനായിട്ടാണ് എ.കെ. ബാലന്റെ ചിഹ്നം നഷ്ടമാകുമെന്ന വിലാപം. കേരളത്തിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആവശ്യത്തിനുള്ള 11 എംപിമാരിൽ 8 പേരെ CPM പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് CPM-ന് ലഭിച്ചത്. ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലാണ് കൂടുതൽ പ്രതീക്ഷ. പ്രമുഖ നേതാക്കളെയാണ് മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. PB അംഗം, മന്ത്രി, 3 MLA-മാർ, 3 ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ മത്സര രംഗത്തുണ്ട്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ CPM ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പരമാവധി സീറ്റുകൾ നേടാനാണിത്. തമിഴ്നാട്ടിൽ DMK പിന്തുണയോടെ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഈ 2 സീറ്റിലും വിജയ സാധ്യതയുണ്ട്. മൂന്നാമത് ഒരു സംസ്ഥാനത്ത് നിന്ന് 1 സീറ്റ് കൂടി CPM നേടണം. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടക കക്ഷികളുടെയും സഹായമില്ലാതെ ഇത് നടക്കാനിടയില്ല. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം ഉണ്ടെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താം. ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ 6% നേടണം. അല്ലെങ്കിൽ 25 MLA-മാർക്ക് ഒരു പാർലമെന്റ് അംഗം ഉണ്ടാകണം. കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. ഒരു സംസ്ഥാനത്ത് കൂടി ഇതേ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം. അല്ലെങ്കിൽ എ.കെ. ബാലൻ പറഞ്ഞതുപോലെ പാർട്ടി പ്രതിസന്ധിയിലാകും. നന്ദി.